ഹരേ രാമ ഹരേ കൃഷ്ണ. എന്താണ് കർക്കിടക മാസം അറിയോ? ദക്ഷിണായ കാലഘട്ടത്തിലെ ആരംഭ മാസമാണ് കർക്കിടക മാസം. കർക്കിടത്തിൽ തോരാത്ത മഴയായ കാരണം സൂര്യകിരണങ്ങളുടെ ശക്തിയൊക്കെ കുറയും. രോഗാണുക്കളൊക്കെ പെരുകി രോഗങ്ങളൊക്കെ വർദ്ധിക്കും. ഈ കാലത്ത് കൃഷിപ്പണികളൊന്നും ചെയ്യാറില്ല. മംഗളകർമ്മങ്ങളും ഒന്നും ചെയ്യാറില്ല. ഇതിനുള്ള കാരണം എന്താണെന്നറിയോ? പണ്ടുള്ളവർ കർക്കിടക മാസത്തെ പഞ്ഞമാസമായാണ് കണക്കാക്കുന്നതായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ജീവിതം രീതിയായിരുന്നു ഈ കർക്കിടക മാസത്തിലെ. പ്രഭാതത്തിൽ എണ്ണ തേച്ചുള്ള കുളി, പിന്നെ മരുന്ന് കഞ്ഞി കുടിക്കുക, പിന്നെ പത്തില തോരൻ ഉണ്ടാക്കി കഴിക്കുക, അതൊക്കെ പതിവായിരുന്നു. കർക്കിടക മാസം ആരംഭിക്കുന്ന മുൻപായിട്ട് അകവും പുറവും ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ചാണകവെള്ളവും പുണ്യാഹം ഒക്കെ തെളിച്ച് ശുദ്ധിയാക്കും. കർക്കിടകം 1 മുതൽ രാവിലെ കുളിച്ച് ശരീരശുദ്ധിയോടെ അഷ്ടമംഗല്യം ഒരുക്കി വെച്ച് ദീപം തെളിക്കും. ശ്രീ ഭഗവതിയെ കുടുംബത്തിൽ കുടിയിരുത്തുന്ന എന്നാണ് സങ്കല്പം. കർക്കിടത്തിൽ നിലവിളക്ക് തെളിയിക്കുന്ന മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വെക്കണം. നോൺ വെജ് ഒക്കെ ഒഴിവാക്കി വെജ് ശീലമാക്കണം. കർപ്പൂരം, കുന്തിരിക്കം അങ്ങനെയൊക്കെ അതൊക്കെ പുകയ്ക്കണം. ഗണപതി ഹോമവും വീടുകളിൽ ഭഗവതി സേവയും ഒക്കെ ചെയ്യണം. ആദിവ്യാധികളൊക്കെ നീക്കാൻ ഐശ്വര്യം ഉണ്ടാവാനും നിത്യം ദശപുഷ്പങ്ങളൊക്കെ ചൂടുക. ആയുർവേദ ചികിത്സയ്ക്കായി കർക്കിടക മാസം നല്ലതാണ്. ചന്ദ്രനും സൂര്യനും ഒന്നിച്ചു വരുന്ന കർക്കിടകത്തിലെ പുണ്യദിനമാണ് കർക്കിടവാവ്. പിതൃക്കൾക്ക് തർപ്പണം ചെയ്താൽ കുടുംബൈശ്വര്യത്തിനും നല്ലതാണ്. ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ കൂടിയിരിക്കുന്ന ക്ഷേത്രങ്ങൾ. കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്കുള്ള ഏക മാർഗം ഭഗവത് ദർശനം മാത്രമാണ്. കർക്കിടക മാസത്തിലെ പുണ്യനാളുകളിൽ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നൻ ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം ദർശനം നടത്തുന്നത് പൂർവികരുടെ ആചാരമാണ്. നാലമ്പല ദർശനം ചെയ്യുന്നത് രാമായണം വായിക്കുന്നതിൻ്റെ തുല്യമാണ്. രാമായണം വായിക്കുന്നവർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. രാമായണം വായിക്കാൻ പറ്റാത്തവർ ഈ ഒരു ശ്ലോകമെങ്കിലും ചൊല്ലിയാൽ രാമായണം മുഴുവനായി വായിച്ചതിൻ്റെ ഫലം കിട്ടും. ശ്രീരാമം രഘുകുലതിലകം ശിവധനുസാഗ്രിഹത സീതാഹസകരം അങ്കുല്യാഭരണശോഭിതം ചൂടാമണിദർശനകരം ആഞ്ജനേയമാശ്ചര്യം വൈദേഹി മനോഹരം വർണ്ണസൈന്യസേവിതം സർവമംഗളകായാനുകുലം സന്തതം ശ്രീരാമചന്ദ്ര പാലയമാം. ശ്രീരാം ജയ രാം ജയ ശ്രീരാം. ദശരഥ മഹാരാജാവിൻ്റെ 4 പുത്രന്മാരുടെ പേരുകളിലാണ് നാലമ്പലം അറിയപ്പെടുന്നത്. അതിൽ ശ്രീരാമനുള്ളത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും, പെരുമാൾ സ്വാമി ഉള്ളത് മൂഴിക്കുളം ക്ഷേത്രത്തിലും, ഭരതൻ ഉള്ളത് കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ്, ശത്രുഘ്നൻ സ്വാമി ഉള്ളത് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിലാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമനാണ് മുഖ്യപ്രതിഷ്ഠ. ഇവിടെ ഉപദേവതകളായിട്ട് വരുന്നത് ഗണപതി, അയ്യപ്പൻ, ദക്ഷിണമൂർത്തി, ശ്രീകൃഷ്ണൻ, ഹനുമാൻ സ്വാമി, ചാത്തൻ എന്നിവരാണ്. തൃപ്രയാർ ക്ഷേത്രത്തിൽ മീനൂട്ടും വെടിവഴിപാടാണ് പ്രധാനമായിട്ടുള്ള വഴിപാട്. 6 അടിയോളം നീളം വരുന്ന ചതുർബാഹു വിഗ്രഹമാണ് ഉള്ളത്. കിഴക്കോട്ടാണ് ദർശനം. ഇവിടെ കൊടിയേറി ഉത്സവമൊന്നും നടക്കാറില്ല, അതുകൊണ്ട് കൊടിമരവുമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ബലികല്ലുകളുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം.